ഒരു ഡേ ഇൻ മൈ ലൈഫായിട്ട് ഞാൻ വന്നിട്ടുണ്ട്. ഇന്നത്തെ ഒരു ഡേ കണ്ടന്റ് ക്രിയേഷൻ ഡേ ആണ്. സമയം കിട്ടുന്ന അനുസരിച്ച് എന്റെ ചില ഡേ ഓഫ് എല്ലാം ഞാൻ കോണ്ടന്റ് ക്രിയേഷന് മാത്രമായിട്ട് വെക്കാറുണ്ട്. ഈയിടെയായിട്ട് ഞാൻ പ്രാക്ടീസ് ചെയ്ത് വരുന്നൊരു കാര്യമാണ് എനിക്ക് വേണ്ടി മോർണിംഗ് ഒരു 10 to 15 മിനിറ്റ്സ് വെയിലത്തിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് റിലാക്സ് ചെയ്ത് ഫോണൊന്നും യൂസ് ചെയ്യാതിരിക്കാം. ആ ഒരു ടൈമിൽ ചെടിയെല്ലാം നനക്കാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ അതെ, ഞാൻ എണീറ്റിട്ട് ഇങ്ങനെ കുറേ നേരം കിടന്നിട്ടോ. ശരിക്കും പറഞ്ഞപ്പോൾ 11 ആയി. ഞാൻ എണീറ്റത് കുറച്ച് നേരമായിട്ടുണ്ട്. ബെഡിൽ കിടന്ന് വീഡിയോ എഡിറ്റ് ചെയ്തു, വീഡിയോ അപ്ലോഡ് ചെയ്തു, 2-3 വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വോയിസ് ഓവർ കൊടുക്കണം. എപ്പോഴും എഡിറ്റിംഗ് പെട്ടെന്ന് കഴിയും, പക്ഷെ വോയിസ് ഓവർ എടുക്കാൻ എനിക്ക് ഭയങ്കര മടി. എനിക്ക് ആ ഒരു വോയിസ് ഓവർ എടുക്കുന്ന ഒരു മൂഡ് വന്നാലാണ് എനിക്ക് വോയിസ് ഓവർ എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ അതുമല്ല, ഞാനൊരു ഇറ്റലിയുടെ വ്ളോഗ് എഡിറ്റ് ചെയ്ത് വെച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ആദ്യമായിട്ടാണ് എക്സ്പോർട്ട് എററായി കാണിക്കുന്നത്. കുറേ ട്രൈ ചെയ്തു. ആൻഡ് എൻ്റെ ബുദ്ധിപരമായ രീതിയിൽ ഞാൻ അത് ട്രൈ ചെയ്തിട്ട് അവസാനം വോയിസ് ഓവർ ചെയ്ത് മൊത്തം പോയിട്ട് ആകെ വീഡിയോ മാത്രമായിട്ടുണ്ട്. അപ്പം ഇനി ഒന്നും കൂടെ അതിനകത്ത് ആദ്യമേ ഇരിക്കണം. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കുന്നത്, ഞാനാണെങ്കിൽ വ്ളോഗിനായിട്ടുള്ള കണ്ടന്റ് അധികം എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ 2 ദിവസത്തേക്ക് കണ്ടന്റ് വരുന്ന 8 മിനിറ്റ് ഒക്കെ വരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു 2-3 ദിവസം അടുപ്പിച്ചായിട്ട് ഒരു വലിയ വീഡിയോ ആയിട്ട് അങ്ങ് ഇടാം. ഇന്നത്തെ ദിവസം ഫുള്ളി ഡെഡിക്കേറ്റഡ് ടു കണ്ടന്റ് ക്രിയേഷൻ ആണ്. നമുക്ക് കുറച്ച് വീഡിയോസ് എടുക്കാനുണ്ട്, എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. ഇറ്റലിയുടെ തന്നെ ഒരുപാട് എഡിറ്റ് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്ത് തീർക്കാം. സണ്ണി വെതർ ആണെന്ന് കാണുന്നത്, വലിയ തണുപ്പൊന്നുമില്ല. അപ്പം അധികം തണുപ്പൊന്നും ഇല്ലാത്ത സമയത്ത് ഞാൻ അനുവിന്റെ ടീഷർട്ട്സ് ആണെങ്കിൽ എടുക്കാം. ആൺപിള്ളേർക്ക് ഭയങ്കര നല്ല കളക്ഷനാണ് ഈ ജമ്പേഴ്സും ഇതുപോലെ തന്നെ ഹുഡീസ് എല്ലാം. ആ ഒരു ഓട്ടം ടു വിന്റർ അങ്ങോട്ടേക്ക് ആവുന്ന ടൈമിൽ ഞാൻ കൂടുതൽ ഇങ്ങനത്തെ ഇടാം. ഭയങ്കര കംഫർട്ടബിൾ ആണ്. കോഫി കുടിക്കാൻ വേണ്ടി പോകുമ്പോണേ അപ്പൊ ഒരു ജീൻസും വേഗം ഇതങ്ങ് എടുത്തിട്ടേനെ. അപ്പൊ തണുപ്പുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തലയിൽ ഇങ്ങനെ ഇടാം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഞാൻ വിചാരിച്ചു വെച്ചേക്കുന്നത്. ഫസ്റ്റ് നമുക്ക് കോഫി കുടിക്കാൻ പോകണം. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു തക്കാളി നട്ടിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു പ്രോഗ്രസ്സും വന്നിട്ടില്ല. എനിക്കറിയില്ല, ഞാൻ ആദ്യമായിട്ടാണ് ഫ്രം സ്ക്രാച്ച് ചെടിയൊക്കെ ഇങ്ങനെ നടുന്നത്. സാധാരണ നമ്മൾ കടയിൽ പോയിട്ട് ഇൻഡോർ വെക്കുന്ന ചെടി വാങ്ങിക്കുക, ഇവിടെ കൊണ്ടുവന്ന് പരിപാലിക്കുക, അങ്ങനെയാണ്. അത് മിക്കപ്പോഴും കഴിഞ്ഞ അപ്പാർട്ട്മെന്റിലായിരുന്നു. അപ്പോൾ ഫ്ലോപ്പ് ആയിരുന്നു. കാരണം അങ്ങോട്ടേക്ക് നമുക്ക് സൺലൈറ്റ് അധികം കിട്ടുന്നില്ല. ഇവിടെ നല്ല സൺലൈറ്റ് ഉള്ളത് കൊണ്ടാണ് എൻ്റെ ഒരു പരീക്ഷണം ഞാൻ നോക്കുന്നത്. വന്നാൽ മതിയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വീടിൻ്റെ ഉള്ളിൽ വെജിറ്റബിൾസ് ഒക്കെ വന്നിട്ട്. പക്ഷെ സമ്മറിൽ ഞാനത് തുടങ്ങണമായിരുന്നത്. ഇപ്പം ഞാൻ ഓട്ടത്തിലാണ് തുടങ്ങുന്നത്. കാരണം വിന്റർ ആവുന്ന ടൈമിൽ നല്ല പോലെ ലൈറ്റ് കുറയും. ആൻഡ് ഈ വീക്കെൻഡിൽ, അതായത് ഈ വരുന്ന സൺഡേയില് ക്ലോക്ക് മാറുവാണ് കേട്ടോ. ക്ലോക്ക് മാറാന്ന് പറഞ്ഞാൽ കുറെ പേർക്ക് അറിയായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ UK വന്നതിന് ശേഷമാണ് ഞാനത് അറിയുന്നത്. അതായത് ഇവിടെ വർഷത്തില് 2 ടൈം ക്ലോക്ക് മാറും. ഒരു പ്രാവശ്യം ഓട്ടത്തിലും ഒരു പ്രാവശ്യം സ്പ്രിങ്ങിലുമാണ് ഇത് മാറാം. ഒക്ടോബർ എൻഡിലെ വീക്കില് ഒരു ദിവസം ക്ലോക്ക് ബാക്കിലേക്ക് വരും. അതുപോലെ തന്നെ മാർച്ചില് സ്പ്രിംഗ് ആവുന്ന ടൈമില് ക്ലോക്ക് ഫ്രണ്ടിലേക്ക് വരും. അപ്പൊ അതിന്റെ മേജർ ഡിഫറൻസ് വരാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ഫസ്റ്റ് തിങ്, ഇപ്പൊ കറന്റ് ഇന്ത്യ ആയിട്ടുള്ള നമ്മളുടെ ടൈം ഡിഫറൻസ് വരുന്നത് 4.5 മണിക്കൂറാണ്. അപ്പൊ ഇപ്പൊ ഇവിടെ 11 മണിയായിട്ടുണ്ടെങ്കിൽ നാട്ടില് 3.5 മണിയായിട്ടുണ്ടാവും. ഓക്കെ, വൈകുന്നേരം ആയിട്ടുണ്ടാവും. ഓട്ടം ടൈമില് ക്ലോക്ക് ബാക്കിലേക്ക് പോകുന്ന സമയത്ത് 12 മണി കഴിഞ്ഞ് 1 മണിയാവുന്നതിന് പകരം രാത്രി വീണ്ടും 12 മണിയാവും. ഒരു ഗുണം എന്താന്ന് വെച്ചാൽ, നമുക്ക് 1 അവർ കൂടുതൽ കിടന്ന് ഉറങ്ങാം രാത്രി. ഇത് ലണ്ടനിലൊക്കെ വലിയ കാട്ട് ക്ലോക്ക് ഉണ്ടാവില്ലേ, അപ്പൊ ക്ലോക്കിൽ ഇത് ബാക്കിലേക്ക് പോകുന്നതും ഫ്രണ്ടിലേക്ക് പോകുന്നതും ഒക്കെ കാണാൻ വേണ്ടി ഡേറ്റ്സിൽ ആൾക്കാർ പോയി കാണാൻ നിൽക്കാറുണ്ട്. സെക്കൻഡ് വരുന്ന മേജർ ഡിഫറൻസ് എന്താന്ന് വെച്ചാൽ, ഇപ്പം 5:45 സൺസെറ്റ്. അപ്പം സമ്മറിൽ 10 മണിക്കൊക്കെയാണ് സൺസെറ്റ് ചെയ്യുക. രാത്രി വർക്ക് കഴിഞ്ഞ് വന്നാല് രാത്രി ഉറങ്ങുന്ന ടൈം വരെ നല്ല വെളിച്ചവും അടിപൊളി സൺസെറ്റ് ഒക്കെ ഉണ്ടാവും. അതിങ്ങനെ പതിയെ കുറഞ്ഞ് ഓട്ടമായി വരുമ്പോൾ ഇങ്ങനെ കുറഞ്ഞ് 5:45 വൈകുന്നേരം സൺസെറ്റ് ചെയ്യും. ക്ലോക്ക് ബാക്കിലേക്ക് പോകുന്ന കഴിഞ്ഞ് കഴിഞ്ഞാൽ 4:45 പിന്നെ അങ്ങ് വിന്റർ ആയി കഴിഞ്ഞാൽ രാവിലെ നമ്മൾ എണീറ്റ് വർക്കിന് പോകുമ്പോഴും ഇരുട്ട്, തിരിച്ചു വർക്ക് കഴിഞ്ഞ് വരുമ്പോഴും ഇരുട്ട്. ഓഫ് ഡേയ്സിൽ മാത്രം ഒരു 3 hours ഒക്കെ നമുക്ക് പ്രോപ്പർ സൺലൈറ്റ് കിട്ടും. അതും വിന്റർ ആവുന്ന സമയത്ത് ഒരു മൂടി ക്ലൗഡി ഒക്കെ ആയിരിക്കും. അപ്പൊ അങ്ങനെയാണ് ഇനി ഡിസംബർ, ജനുവരി, ഫെബ്രുവരി, മാർച്ച് എന്നും പറയാം, ഒരു 4 മാസത്തേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പതിയെ വീണ്ടും ക്ലോക്ക് ഫ്രണ്ടിലേക്ക് പോകുന്നത് മാർച്ചിലാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ പതിയെ നമുക്ക് ഡേ ലൈറ്റ് കൂടി വരും. ആൻഡ് സമ്മറിന്റെ പീക്ക് ടൈമിൽ രാത്രി 10:30 സൺസെറ്റ് ചെയ്താൽ രാത്രി തന്നെ 2:30-3 മണിയാകുമ്പോൾ സൺറൈസ് ആവും. ഇതിന്റെ ഒരു വീഡിയോ അല്ലേ, ഞാൻ 10 മണി വരെ കിടന്ന് ഉറങ്ങിയ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ വീഡിയോ അല്ലേ എനിക്ക് ഏറ്റവും കൂടുതൽ വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പം സുബഹി ഒന്നും നിസ്കരിക്കാതെയാണ് കിടന്നുറങ്ങിയത്. അപ്പൊ ആ ഒരു ടൈമിൽ, ആ വീഡിയോ ഇടുന്ന ടൈമിൽ 2:30 കാട്ടോ സൺറൈസ്. അപ്പൊ ആവുന്ന ടൈമില് ടൈമിങ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. നാട്ടിലെ പോലെ ഭയങ്കര ഡിഫറൻസ് വരും. ആയിട്ട് എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് വന്നിരിക്കുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് ഈ ക്ലിപ്പിന്റെ ഹെയർ സ്റ്റൈൽ കേട്ടോ. പണ്ട് ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഭയങ്കര കംഫർട്ട്. അതിലെത്തി നമ്മൾ.
കോഫി ഒക്കെ കുടിച്ചു. വിചാരിച്ചാലും കുറച്ച് തണുപ്പ് കൂടുതലുണ്ട്, പക്ഷെ അഡ്ജസ്റ്റബിൾ ആണ്. നമ്മുടെ താറാവൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നണേ അവര് രാവിലെ വന്ന് പോയിരിക്കും, മറ്റേ ഉച്ചക്കൊക്കെ എണീറ്റ് കോഫി കുടിക്കാൻ വരാമെന്ന് വിചാരിക്കുന്നുണ്ട്. അത് കുറെ പേര് പട്ടിക്കുട്ടികളെയും കൊണ്ട് വന്നേക്കിരുന്ന് അവരെ നടത്താൻ വേണ്ടിയിട്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പഴം വാട്ടിയതാട്ടോ. എനിക്ക് നല്ല പശുനെയിലൊക്കെ ഈ പഴം വാട്ടിയത് ഭയങ്കര ഇഷ്ടമാണ്. കുഞ്ഞിതായിരുന്ന സമയത്ത് സ്കൂളിൽ പോകുന്ന ടൈമിൽ ഏർലി മോർണിംഗ് ഇങ്ങനെ പഴം വാട്ടിയതും അതുപോലെ തന്നെ പഴം പുഴുങ്ങിയതും മുട്ടയൊക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് തന്നിരുന്നത്. അതേപോലെ തന്നെ സ്കൂളിലായിരുന്ന ടൈമിൽ ഞാൻ നന്നായിട്ട് ബുക്കൊക്കെ വായിക്കുമായിരുന്നു. പിന്നീട് ഫോണൊക്കെ കിട്ടിയതിന് ശേഷം ബുക്കിനായിട്ട് ഭയങ്കര അകൽച്ചയായിരുന്നു. ഈ വർഷത്തെ വിഷനിൽ കുറച്ച് ബുക്സ് വായിച്ചു തീർക്കാനുണ്ടായിരുന്നു. 12 ബുക്സ് ആയിരുന്നു പ്ലാൻ. പക്ഷെ അത്രയൊന്നും വായിച്ചു തീർക്കാനുള്ള സമയം കിട്ടുന്നില്ല തിരക്കിന്റെ ഇടയിൽ. അപ്പൊ ഇപ്പൊ ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത് അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ്. ഞാൻ അതിന്റെ ഇടയിൽ വീഡിയോ എടുക്കാനൊക്കെ പോയിട്ട് അപ്പോൾ ഇവിടെ കുറച്ച് മെസ്സി ആയിട്ട് ഇരിക്കുകയാണ്, കാരണം എല്ലാ സാധനങ്ങളോട് കൊണ്ടുവന്ന് വെച്ചാണ് വീഡിയോ എടുത്തത്. അപ്പോഴേക്കും എന്റെ ഫോണിൽ ഞാൻ നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്, സൺസെറ്റ് ആവുന്നതിന് 15 മിനിറ്റ്സ് മുന്നേ ഇറ്റ്സ് ഗോൾഡൻ അവർ എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു വോയിസ് വരും. അപ്പം അത് വന്നതിന് ഓക്കെ ഗോൾഡൻ അവർ ആയപ്പോൾ ഇന്നത്തെ സൺസെറ്റ് റെഗുലർ സൺസെറ്റ് ആണ്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് ഞാൻ എപ്പോഴും നല്ല സൺസെറ്റ് ആണ് നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ റെഗുലർ സൺസെറ്റ് എങ്ങനെയെന്ന് കാണിച്ചു തരാം. ഗോൾഡൻ ലൈറ്റ് അടിക്കുന്നുണ്ടോ? എക്സാക്ട്ലി ഇതേ ബാക്കിലൊക്കെ കറക്റ്റ് ആയിട്ട് അടിക്കുന്നുണ്ട്. ഒരു നോർമൽ സൺസെറ്റ് ആണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ വ്ളോഗ് ഇട്ടപ്പോൾ നമുക്ക് നല്ല സൺസെറ്റ് ഉണ്ടായിരുന്നു. ഇത് ഇവിടെ സാധാരണ കാണുന്ന സൺസെറ്റ് ആണ്. ഇനി ഇതിലും ഷോകം സൺസെറ്റ് ഒക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഫുള്ളി ക്ലൗഡി മൂഡി കണ്ടീഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വാവ്, ആ കാക്ക പറഞ്ഞു നോക്കണേ, ശരി പറഞ്ഞു പോണ നോക്കി നല്ല രസമുണ്ടല്ലോ. നമ്മൾ മറ്റേ വരക്കില്ലേ, വരക്കുമ്പോ സൺസെറ്റ് എന്ന സമയത്ത് 2 കാക്ക, ആ ഒരു സെറ്റപ്പ് കറക്റ്റ് ആയിട്ട് ഞാൻ കണ്ടു. മൂഡി ക്ലൗഡി കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതും കൂടി കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റാറില്ല. ഇന്ന് കുഴപ്പമില്ലാത്തൊരു നല്ലൊരു സണ്ണാണ്. പക്ഷെ ഭയങ്കര അടിപൊളിയല്ല. ഭയങ്കര അടിപൊളിയാകുമ്പോൾ മെഘങ്ങളെല്ലാം പല കളേഴ്സാവും. സണ്ണങ്ങ് സെറ്റായി കഴിഞ്ഞാലുണ്ടല്ലോ പിന്നെ നല്ലതാണ്. ഇപ്പം നല്ലടക്കം ഒരു ഗുണം എന്താന്ന് വെച്ചാൽ കണ്ടോ, നമുക്ക് ഈ ഡോർ അടച്ചു കഴിഞ്ഞാൽ ഒരു ശബ്ദവും നമുക്ക് അകത്തേക്ക് വരില്ല. ഇന്നത്തെ പ്ലാൻസ് എന്തൊക്കെയായിരുന്നു വെച്ചാൽ കുറച്ച് വീഡിയോ എടുത്തു. കുറച്ച് വീഡിയോ എന്നല്ല, ഒരു വീഡിയോ എടുത്തു. പിന്നെ ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ ആ രാവിലെ കഴിച്ച പഴമാണ് കഴിച്ചേക്കുന്നത്. എനിക്ക് പൊതുവേ അനു ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ലഞ്ചൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര മടിയാട്ടോ. എന്ന് വെച്ചാൽ നമ്മൾ ഒറ്റ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. ഞാൻ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ കുക്ക് ചെയ്തു, പക്ഷെ അതിങ്ങാടെ ഇറങ്ങുന്നില്ല. നമ്മൾ തന്നെ കുക്ക് ചെയ്ത് നമ്മൾ തന്നെ കഴിക്കുമ്പോൾ എനിക്കൊരു ടേസ്റ്റ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്യുന്നു. ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ അയാൾക്ക് വേണ്ടി കുക്ക് ചെയ്യുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമല്ലേ. അപ്പം ആ പഴം കഴിച്ചതാണ്. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് മുറുക്ക് കഴിച്ചായിരുന്നു, അരിമുറുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ എന്താ കഴിക്കാമെന്ന് അറിയില്ല. ഇപ്പോൾ 5:45 ആയി. 5:45 ഇവിടെ ഇപ്പം സൺസെറ്റ്. ഏതർ നമുക്ക് ഡിന്നർ ഓർഡർ ചെയ്യാം, എന്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മാഗി കഴിക്കാം. ഉച്ചക്കൊന്നും കഴിക്കാത്തതുകൊണ്ട് എൻ്റെ ഒരു മനസ്സ് പറയുന്നത് നമുക്ക് ഫുഡ് ഓർഡർ ചെയ്യാം, കുറച്ച് ലാവിഷായിട്ട് അങ്ങോട്ട് കഴിക്കാം എന്നാണ്. നാളെ എനിക്ക് വർക്ക് ഉണ്ട്. രാവിലെ 9 മണിക്ക് എനിക്ക് പോകണം. അപ്പോൾ എന്തായാലും നേരത്തെ കിടന്നുറങ്ങണം, സിനിമ ഒന്നും കാണാൻ പറ്റില്ല. ഏജ് ഓഫ് പ്ലാൻസ് ഞാനുണ്ടല്ലോ മറ്റേ ഐസ് ഗ്ലോബില്ലേ, അതിനകത്ത് വെള്ളം നിറച്ചിട്ട് ഫ്രീസറിൽ വെക്കുമ്പോഴാണ് ആലോചിക്കുന്നത്. കല്ലുമ്മക്കായ വാങ്ങിയിട്ട് കുറച്ച് ദിവസമായിട്ട് അതുണ്ട്. അനു അത് കഴിക്കില്ല. അപ്പം അനു ഇല്ലാത്തപ്പോഴാണ് ബെസ്റ്റ് ടൈം ടു മേക്ക്. അപ്പം ഞാൻ അത് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പോൾ ഈ ഡ്രസ്സ് ഇട്ടിട്ട് എന്തായാലും നമുക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് എന്തായാലും കുളിക്കാനുണ്ട്. അപ്പോൾ എന്തായാലും ആ ഫിഷ് ഒന്ന് നന്നാക്കി കഴിഞ്ഞിട്ട് നമുക്ക് പോയിട്ട് കുളിക്കാം. അപ്പം ഞാൻ വിചാരിച്ചു കല്ലുമ്മക്കായും ചോറും ഉണ്ടാക്കാം, അതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അല്ലെങ്കിൽ കല്ലുമ്മക്കായും നമുക്ക് പുറത്ത് പോയിട്ട് ചപ്പാത്തി വാങ്ങിക്കണമെങ്കിൽ ചപ്പാത്തി വാങ്ങിക്കാം, ഹാഫ് കുക്ക് ചപ്പാത്തി കിട്ടും. അപ്പം അതിലേതെങ്കിലും ചെയ്യാൻ വിചാരിച്ചു. ഇപ്പോഴും ഞാൻ ഈ സാധനം കാണുമ്പോൾ അനു ഉണ്ടാവും. അനു എന്തായാലും കഴിക്കില്ലേ ഇത്. അപ്പോൾ പിന്നെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഇങ്ങനെ ഓക്കെ പിന്നെ വെക്കാം എന്ന് പറഞ്ഞ് വെച്ചിട്ട് കുറച്ച് ദിവസമായി. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും അത് ഇന്നുണ്ടാക്കി കഴിഞ്ഞാൽ ഇന്നും നാളേക്കത്തേക്കും എനിക്കായി. ഞാൻ ഫിഷ് നന്നാക്കാൻ പോലെ. അപ്പം എന്തായാലും അലക്കാൻ വേണ്ടിയിട്ട് എന്നൊരു ടോപ്പ് എടുത്തിട്ടുണ്ട്. ഐസ് വിടാൻ വേണ്ടി വെച്ചേക്കാണ്. ഞാൻ വിചാരിച്ചു അപ്പോഴേക്കും എണ്ണ ഇട്ട് വെക്കാം, കാരണം കുറച്ച് ദിവസം ഞാൻ എണ്ണ ഇട്ടിട്ട് സാധാരണ എല്ലാ ആഴ്ച ഞാൻ കറക്റ്റായിട്ട് പ്രോപ്പർലി എണ്ണ ഇടാറില്ലേ. ഞാൻ എപ്പോഴും ഇടാറ് റോസ്മേരി ഓയിലാട്ടോ. പക്ഷേ എൻ്റെ ആ ബോട്ടിൽ തീർന്നു. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ഓർഡർ ചെയ്യണം. ഇത് ഞങ്ങൾ മൊറോക്കോ പോയ സമയത്ത് മൊറോക്കോയിൽ ആർഗൻ ഓയിൽ ഭയങ്കര പോപ്പുലറാണ്. അവർക്ക് ആർഗൻ ട്രീസ് ഉണ്ട്. അത് മൊറോക്കോയിൽ മാത്രം കാണുന്ന എന്തൊരു ട്രീ ആണ്. ആർഗൻ സീഡൊക്കെ എടുത്ത് ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കില്ല, കോസ്മെറ്റിക് പ്രോഡക്ട്സ്, അവരുടെ ബാത്ത് സോപ്പ് അങ്ങനെ എന്തൊക്കെയൊക്കെ ഉണ്ടാക്കും. ഞങ്ങൾ അവിടെ നിന്ന് ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയത്. കാരണം ആർഗൻ ഓയിൽ മൊറോക്കൻ ഓയിൽ എന്നാണ് അതിനെ പറഞ്ഞത്. മൊറോക്കൻ ഓയിൽ എന്നാണ് കുറച്ചുകൂടി പോപ്പുലറായിട്ട് അറിയുന്നത്. ഹെയർ കെയറിന് ഭയങ്കര അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ ഏകദേശം യൂസ് ചെയ്ത് കണ്ടോ ഇത്രയും. സാധാരണ ഒരു ലോക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാ. ഞാൻ ഏകദേശം ഒരു 1.5 വർഷമായിട്ട് റോസ്മേരി ഓയിലും പിന്നെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഡിഫറെൻ്റ് ആയിട്ടുണ്ട്. ഇടയ്ക്ക് ഞാൻ കോക്കനട്ട് ഓയിൽ ഇടും. അപ്പോൾ ഓരോ ഹെയർ ടൈപ്പിനാണ്. എൻ്റെ അത് ലോ പോറോസിറ്റി ഹെയർ ആണ്. നിങ്ങളുടെ ഹെയർ പോറോസിറ്റി നോക്കിയിട്ട് ഇടാം. കുറച്ച് കട്ടിയുണ്ട് ഈ ഹെയറിന്. എനിക്ക് ബാക്കി ഹെയർ ഓയിലിനേക്കാൾ കൂടുതൽ ഈ ഹെയർ ഓയിലിന് നല്ല കട്ടി തോന്നാറുണ്ട്.
എൻ്റെ കയ്യിൽ ഈ ഒരു പോഡുണ്ട്. ഈ പോഡിൻ്റെ പേര് ന്യൂട്ടിഫുൾ എന്നാട്ടോ. അതിനകത്ത് ഇങ്ങനെ ഒരു പോഡും അതിൻ്റെ കൂടെ കിട്ടും. പക്ഷേ ഇപ്പം ഞാൻ അത് യൂസ് ചെയ്യാൻ, അത് നമുക്ക് ഓയിലിടാം. അതിനകത്ത് ഓൾറെഡി ഇത്തിരി റോസ്മേരി ഓയിലുണ്ട്. ഇപ്പം ഞാൻ ഇടുന്നില്ല, കാരണം ആർഗൺ ഓയിൽ കുറച്ച് തിക്കായിട്ടുള്ള ഓയിൽ ആയതുകൊണ്ട് അത് അതിൻ്റെ ഉള്ളിൽ കൂടെ ഡിസ്പോസ്ഡ് ആവില്ല. ഓക്കെ, നമുക്ക് ആ പോഡ് ഇവിടെ പ്രസ് ചെയ്താൽ ഇത് പുറത്തേക്ക് വരും. എന്തിനാന്ന് വെച്ചാൽ അതിനകത്തൊരു റെഡ് ലൈറ്റ് വരുവേ, കണ്ടോ റെഡ് ലൈറ്റ്. അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ ഈ റെഡ് ലൈറ്റ് ഹെയർ ഗ്രോത്തിന് നല്ലതാണെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഇത് ഏകദേശം ഫെബ്രുവരിയിൽ വാങ്ങിയതാണ്. ഇതൊരു സ്പോൺസേർഡ് വീഡിയോ ഒന്നല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഈ പ്രോഡക്റ്റ് നല്ലപോലെ വർക്ക് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. കാരണം ഞാനൊരു ബിഫോർ വീഡിയോ ഇതിന് മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഹെയറിൻ്റെ. അപ്പോൾ ബേബി ഹെയർസ് ഗ്രോത്ത് ഉണ്ട്. പക്ഷെ അത് ഈ ഒരു പ്രോഡക്റ്റ് മാത്രമായിട്ടാണോ എന്ന് എനിക്കറിയില്ല. കാരണം ഇതിൻ്റെ കൂടെ തന്നെ റോസ്മേരി ഓയിലും റോസ്മേരി വാട്ടറും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഓയിലൊക്കെ ഇട്ട് ഏകദേശം ഒരു 30 മിനിറ്റ്സ് അത് സെറ്റ് ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് തലയിൽ. ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ബെഡ്ഷീറ്റ് പുതിയത് മാറ്റാം. ഞാൻ മിക്ക ഓഫ് ഡേയ്സിലും ബെഡ്ഷീറ്റ് മാറ്റാറുണ്ട്. ആകെ ഒരു പ്രശ്നം, ഞാൻ വൈറ്റ് ബെഡ്ഷീറ്റ് മാത്രമാണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് മാത്രമായിട്ട് സെപ്പറേറ്റ്ലി എടുത്ത് കഴുകി ഉണക്കി എടുത്ത് വെക്കണം. ഞാൻ ഫുഡ് കറി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കല്ലുമ്മക്കായി പൊരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചേക്കാം കേട്ടോ. ഞാൻ ആലോചിച്ച് ചോറ് കഴിക്കാൻ വലിയ ഇഷ്ടമല്ല. അപ്പോൾ അപ്പുറത്തെ കടയിൽ പോയിട്ട് ചപ്പാത്തി വാങ്ങുകയാണെങ്കിൽ ഹാഫ് കുക്ക് ചപ്പാത്തിയാണ്, പെട്ടെന്ന് പരിപാടി കഴിയുകയും ചെയ്യും. എനിക്ക് നാളത്തെ ലഞ്ചിന് അത് കൊണ്ടുപോവുകയും ചെയ്യാം. അപ്പം ഞാൻ വിചാരിച്ചു അത് 12 മണി വരെ ഉണ്ട് ആ ഷോപ്പ്, തൊട്ടപ്പുറം തന്നെയാണ്, ജസ്റ്റ് നടക്കാനുള്ളൂ. ഞാൻ വിചാരിച്ചു കുറച്ച് ഫാസ്റ്റിൽ നമുക്ക് ഈ സാധനത്തിൽ പോയാലേ എത്തുള്ളൂ. അവിടെ ചെന്നപ്പം ചപ്പാത്തി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. എങ്കിൽ പിന്നെ ആ വിഷമം മാറ്റാൻ കുറച്ച് ഐസ്ക്രീം എല്ലാം വാങ്ങി തിരിച്ചു വരുന്ന സമയത്ത് ബട്ടർ ഞാൻ കണ്ടു. നല്ല ഭാഗ്യതുണ്ട്. അവിടെ എത്തിയപ്പം കറക്റ്റ് ഞാൻ നോക്കുന്ന ചപ്പാത്തി തീർന്നു. പിന്നെ പുള്ളി പറഞ്ഞു ഫ്രോസൺ പൊറോട്ടയാണ്. ഫ്രോസൺ പൊറോട്ട എനിക്ക് വലിയ താല്പര്യമില്ല. അങ്ങനെ ഞാൻ വിചാരിച്ചു ആ വിഷമം മാറ്റാൻ വേണ്ടി 3 ഐസ്ക്രീം പോയി എടുത്ത്. അപ്പോഴാണ് ഞാൻ കണ്ടത് ഗാർലിക് ഞാൻ ഉണ്ടെന്ന്. അങ്ങനെ പിന്നെ ഗാർലിക് ഞാൻ എടുത്തു. ചോറ് കഴിക്കണ്ടല്ലോ, അപ്പോൾ പിന്നെ 2 പാക്കറ്റ് ഗാർലിക് ഞാൻ എടുത്തിട്ടുണ്ട്. ഇന്നത്തേക്കും നാളത്തേക്കും കൂടി ആയിട്ട് എടുത്തിട്ടുണ്ട്. വിശന്നിട്ട് എന്റെ കുടല് കത്തുന്നുണ്ട്. അത് കരിഞ്ഞു വിട്ടുണ്ടോ എന്നുള്ളതറിയാം. കറക്റ്റ് ടൈമിലാട്ടോ എത്തിയത്. ഇങ്ങനെ മുരിഞ്ഞു തുടങ്ങുന്നുണ്ടായിരുന്നുള്ളൂ. ഞങ്ങൾ ഇങ്ങോട്ട് മൂവ് ചെയ്ത് ഏകദേശം 1 വർഷം നമുക്ക് ഫിഷ് ഒന്നും വാങ്ങാൻ എക്സാക്ട്ലി എവിടെയാണ് പോകേണ്ടതെന്നൊന്നും അറിയില്ലായിരുന്നു. എനിക്കാണെങ്കിൽ ചിക്കനേക്കാൾ കൂടുതൽ ഇഷ്ടം ഫിഷും സീ ഫുഡും ഒക്കെയാണ്. ആ ഒരു ടൈമിൽ നാട്ടിലെ ഫുഡൊക്കെ നല്ല പോലെ മിസ് ചെയ്യുമായിരുന്നു. ശരിക്കും ഫുഡിന് വേണ്ടി മാത്രമായിട്ട് നാട്ടിൽ പോയാലോ എന്ന് വരെ ആലോചിച്ചിട്ടുണ്ട്. ഇവിടെ ഇപ്പം എന്താ നടക്കുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. ആക്ച്വലി നമ്മളിത് പൊരിച്ചു മാറ്റിയിട്ടാണ് ഈ സവാള എല്ലാം വഴിച്ചത്. പക്ഷെ കുക്ക് ചെയ്യാൻ മടിയായതുകൊണ്ട് കല്ലുമ്മക്കായി മൊരിഞ്ഞു വന്ന് പിന്നെ അത് മാറ്റി അതിൽ കുക്ക് ചെയ്യാനുള്ള ടൈമൊന്നും എനിക്കില്ല. Dinner plus lunch actually. ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നോറ്റിരിക്കുന്ന ഒരു കൊറിയറാണ്. കുറേ നാളായിട്ട് ദുബായിലെ വൈറൽ പിസ്താഷ്യോ ചോക്ലേറ്റ് കഴിക്കാൻ ഭയങ്കര പൂതിയായിരുന്നു. അങ്ങനെ നോക്കി ഇവിടെ മാഞ്ചസ്റ്ററിൽ ഒരാൾക്കാർ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് ഓർഡർ ചെയ്തു. അതെല്ലാം കഴിച്ച് കഴിഞ്ഞ് നേരെ സ്കിൻ കെയർ എല്ലാം ചെയ്തതിന് ശേഷം ഉറങ്ങാൻ പോവാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ എൻ്റെ ഒരു ഡേ ഓഫ്.